ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ മലയാള സിനിമയാണ് കടങ്കാവൽ. ഒരു നിയോ നോയർ ക്രൈം ത്രില്ലർ കാറ്റഗറി വരുന്ന ഈ സിനിമയിൽ മമ്മൂട്ടി വില്ലനും വിനായകൻ നായകനുമായാണ് അഭിനയിച്ചിരിക്കുന്നത്. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന താരങ്ങൾ. സംവിധായകൻ ജിതിൻ കെ ജോസ്, ജിഷ്ണു ശ്രീകുമാർ എന്നിവരാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ റിലീസിംഗ് നേരത്തെ തീരുമാനിച്ചിരുന്നത് അടുത്ത വാരം, അതായത് നവംബർ 27 വ്യാഴാഴ്ചയായിരുന്നു. കഴിഞ്ഞ വാരം ഈ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചു എന്ന അറിയിപ്പ് പുറത്തു വന്നിരുന്നു. എന്നാൽ മമ്മൂട്ടി കമ്പനി ഇന്ന് പ്രസിദ്ധീകരിച്ച പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ സിനിമയുടെ റിലീസിംഗ് ഡിസംബർ 5 വെള്ളിയാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശ് തിരക്കഥയും ഛായാഗ്രഹണവും നിർവഹിച്ച് ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറി വരുന്ന ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, വിനീത്, ബിനു പപ്പു, ബിയാന മോമിൻ, സൗരഭ് സച്ദേവ്, അശോകൻ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് വിശദമായി പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,82 ലക്ഷം രൂപയായിരുന്നു. 4 ദിവസം കൊണ്ട് 7,10 ലക്ഷം ഈ സിനിമയുടെ കേരള കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യ 4 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തത് 1,55 ലക്ഷം രൂപയാണ്. അങ്ങനെ 8,65 ലക്ഷം രൂപയാണ് ആദ്യ 4 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇനി ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പരിശോധിച്ചാൽ ആദ്യ ദിവസം 1,50 ലക്ഷം രൂപയും 2ാം ദിവസം 4,33 ലക്ഷം രൂപയുമാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 3ാം ദിവസമായ ഞായറാഴ്ച 5,78 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 4ാം ദിവസമായ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് 2,70 ലക്ഷം രൂപയാണ്. അങ്ങനെ 14,31 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇനി 5ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ കേരളത്തിൽ ഇന്ന് 1,75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 8,85 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ 5ാം ദിവസമായ ചൊവ്വാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,30 ലക്ഷം റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 16,60 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വിലായത്ത് ബുദ്ധ. GR ഇന്ദുഗോപൻ, രാജേഷ് പിന്നാടൻ എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ ഷമ്മി തിലകൻ, പ്രിയംവദ കൃഷ്ണൻ, സുരാജ് വെഞ്ഞാറമൂട്, അനു മോഹൻ, രാജശ്രീ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 31 ലക്ഷം രൂപയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് 3,82 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 5ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25-30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 4,10 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 കോടി റേഞ്ചിലുമാണ്. നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി മാറിയിരിക്കുന്ന ചെറിയൊരു തെലുങ്ക് ചിത്രമാണ് രാജു വെഡ്സ് റാംബായി. സൈലു കമ്പാട്ടി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനിത ചൗധരി, ചൈതു ജന്നലഗദ്ദ, ശിവാജി രാജ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 8,10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 8,80 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. 5 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വമ്പം വിജയം നേടിയെടുക്കും എന്ന് തന്നെയാണ് നിലവിലെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് നവംബർ 14 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കാന്ത. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് കേരളത്തിൽ 4,85 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 12ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 12 ദിവസം കൊണ്ട് 4,88 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 34,50 ലക്ഷം റേഞ്ചിലുമാണ്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് DS ഈറെ. സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 25 ദിവസം കൊണ്ട് കേരളത്തിൽ 37,43 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 26ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 37,48 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 82 കോടി റേഞ്ചിലുമാണ്. റീ റിലീസായി തിയേറ്ററിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് ബാഹുബലി ദി എപ്പിക്. പ്രഭാസ് നായകനായി SS രാജമൗലി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഒക്ടോബർ 31 5 ഭാഷകളിലായി പാൻ ഇന്ത്യ റിലീസായാണ് തിയേറ്ററെടുത്തിരുന്നത്. കേരള കളക്ഷനായി 1,38 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 21,50 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു. സിനിമയുടെ 24 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 40 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി 12,50 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ 8,50 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരിക്കുന്നത് വടക്കേ അമേരിക്കയിൽ നിന്നാണ്. അങ്ങനെ 24 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 52,50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഒക്ടോബർ 2 തിയേറ്ററിലെത്തി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ കേരളത്തിൽ 55,60 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരുന്നത് 741 കോടി രൂപയാണ്. വിദേശ കളക്ഷനായി 111 കോടി ഉൾപ്പെടെ 852 കോടി രൂപയാണ് 54 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.